ശരിക്കും ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ? സത്യം അല്ല എന്നെങ്കിൽ നമുക്ക് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് ചേച്ചി ശരിക്കും സത്യം? അതെ, ക്യാൻസറാണ്. മലയാളികൾ വളരെ വേദനയോടെ തിരിച്ചറിയുന്നൊരു സത്യം. ഇത്ര നാൾ നമ്മുടെയൊക്കെ ഉറക്കം കെടുത്തിയ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനിലൂടെ അങ്ങനെ ഒരുപാട് ആരോപണങ്ങളുടെ കുന്തമനയിൽ ഏറ്റപ്പെട്ട രേണുസുതി തൻ്റെ അസുഖാവസ്ഥയെക്കുറിച്ചുള്ള സത്യം തുറന്നു പറയുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. ശരിക്കും ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ? സത്യം അല്ല എന്നെങ്കിൽ നമുക്ക് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് ചേച്ചി ശരിക്കും സത്യം? അതെ, ക്യാൻസറാണ്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വന്ന് കരയണ്ട എന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തുനിന്ന് ഞാനിത് മറച്ചു വെച്ച് ഇത് പറയാൻ സമയമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അവർ പറയുന്നത് 15ാമത്തെ വയസ്സിലൊരു ഡോക്ടർ അവർ സ്വയം തന്നെ കാണാൻ പോകുന്നു. ഇവിടെയാണ് ആ സ്ത്രീയുടെ മെൻ്റൽ പവർ. 15 വയസ്സായ ഒരു പെൺകുട്ടി അവരുടെ അമ്മയോ അല്ലെങ്കിൽ രക്ഷിതാക്കളെയോ ഒന്നും കൂടാതെ ഡോക്ടറെ കാണാൻ പോകുന്നു. അതിലൊരല്പം അവിശ്വസനീയത എനിക്ക് തോന്നിയിട്ടോ. കാരണം എന്തായാലും ഡോക്ടർ ഇപ്പോൾ ബ്രസ്റ്റിലൊരു മുഴയായിട്ടാണ് ആ പെൺകുട്ടി പോകുന്നത്. ആ ഡോക്ടർ ആ ബ്രസ്റ്റ് പരിശോധിച്ച് മുഴ പരിശോധിക്കുമ്പോൾ പറയുന്നുണ്ട് നോൺ ക്യാൻസറസ് ആണ്, ഇപ്പോൾ കുഴപ്പമില്ല, പക്ഷേ ഭാവിയിൽ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊക്കെ 15 വയസ്സായ ഒരു പെൺകുട്ടിയോട് ഒരു രക്ഷിതാവിൻ്റെ സാന്നിധ്യത്തിലല്ലാതെ ഡോക്ടർ ഇങ്ങനെ സംസാരിക്കുമോ എന്നുള്ള കാര്യത്തിൽ അവിശ്വസനീയത ഉണ്ടെങ്കിലും രേണുസുതിക്ക് ഒരു നുണ പറയേണ്ട കാര്യമില്ല. അവർ അത്രയും മെൻ്റൽ പവറുള്ള ലേഡി ആയിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഫർദറായിട്ട് അവർ ആ രോഗത്തിൻ്റെ പിന്നെ ഈ റീസെൻ്റായിട്ട് അവരത് എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് വേറൊരു വീഡിയോ കൂടെ പറയുന്നുണ്ട്. അങ്ങനൊരു സംഭവമല്ല ഇത്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനെ ഒരു ബ്രസ്റ്റിലൊരു മുഴ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാനങ്ങനെ അസുഖമെന്ന് അങ്ങനെ പറയുന്ന ഒരാളല്ല കുഞ്ഞിലെ തൊട്ടേ. അപ്പം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ട് ഡോക്ടർ അന്ന് അത് ഒരു 15-16 വർഷം മുന്നത്തെ കാര്യമാണ്. നേരം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഇതിങ്ങനെ വെക്കരുത്, ഇപ്പം ഇതിന് വലിയ പ്രശ്നമില്ല, അത് ഫ്യൂച്ചറിൽ ക്യാൻസർ ആകും. അപ്പം ആ സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുക. വേറൊന്നുമല്ല, അപ്പൻഡിസൈറ്റിസിൻ്റെ ഓപ്പറേഷൻ. അപ്പോൾ അതിച്ചിരി പെയിൻഫുള്ളായിരുന്നു. അതുപോലെ നട്ടലിന് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടായിരുന്നു ചെയ്തത്. അപ്പം ഞാൻ ആ ഒരു പേടി മൂലം ഞാനിത് വീട്ടിൽ പറഞ്ഞില്ല. സുധിച്ചേട്ടൻ്റെ മരണശേഷം കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ നമുക്കറിയാം ബ്രസ്റ്റ് ക്യാൻസർ, ഈ ഒരു മുഴ വരുമ്പോൾ നമുക്ക് ബ്രസ്റ്റിന് ആകൃതിയിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഡോക്ടറിന് ഡൗട്ടായി. അങ്ങനെ മാമോഗ്രാമിലൂടെ സംശയം തോന്നിയ ഡോക്ടറെ വീണ്ടും വിളിപ്പിച്ചു. ബയോപ്സി എടുത്ത റിസൾട്ടും ഞാൻ ഒറ്റയ്ക്കാണ് ചെന്ന് മേടിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ക്യാൻസർ ആണെന്ന് പറഞ്ഞു. നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരവസ്ഥ നമുക്കറിയാം. അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതെല്ലാം കൂടെ എൻ്റെ തലയിലോട്ട് വന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. ആ റിസൾട്ട് വീട്ടിൽ കൊണ്ട് ഞാൻ ഭദ്രമായിട്ട് വെച്ച് ഒരു മനുഷ്യനോടും പറഞ്ഞു. അതായത് ഓൾറെഡി മുഴയുള്ള ഒരു ബ്രസ്റ്റ് പല രീതിയിലും ആകൃതി വ്യത്യാസങ്ങളൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ അവർ ഡോക്ടറെ കാണുന്നുണ്ട്. ഡോക്ടർ പരിശോധിച്ചിട്ട് അത് ക്യാൻസറസ് ആണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് അവർ മേശയിൽ ഭദ്രമായി അടച്ചു വയ്ക്കുന്നു. സത്യം പറഞ്ഞാൽ നോർമലായിട്ടുള്ളൊരു വ്യക്തിക്ക് സാധിക്കാത്തൊരു കാര്യമാണ്. നമുക്കൊരു അസുഖമുണ്ട്, അതും ഇങ്ങനെ ഒരു പാനിക്കായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ഉടനെ അതിന് പ്രതിവിധി അടുത്ത സ്റ്റേജിലേക്ക് പോവുക ചെയ്യുക ചികിത്സയുടെ. കാരണം ഓൾറെഡി ഒരു 4-4.5 വയസ്സായ ഒരു കുഞ്ഞുണ്ട്. അവന് വേണ്ടിയായിട്ടെങ്കിലും എനിക്ക് ജീവിച്ചിരിക്കണം എന്നുള്ള ആ ഒരു ഇതിൽ ഏത് ലേഡി ആയാലും ഉടനെ അടുത്ത ചികിത്സ തുടങ്ങുകയാണ്. കാരണം ഇത് ആദ്യത്തെ സ്റ്റേജാണെന്ന് അവർ അറിയുന്ന സ്ഥിതിക്ക് സ്വന്തം ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ അത് അവിടെ മേശയുടെ വലുപ്പിൽ ഇരുന്നോട്ടെ, എനിക്ക് ഫർദറായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന് പറഞ്ഞ് ആദ്യത്തെ ആ ഒരു രേണുസുതിയുടെ തുടക്ക സമയത്തുള്ള സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു സമയത്തൊക്കെ അവർ വളരെ മനോഹരമായിട്ട് ഡ്രസ്സ് ചെയ്യുന്നു, ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ. അതിങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഒരാൾക്ക് ഒരിക്കലും ഇത്ര ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റുന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മേ ബി അതിൻ്റെ സീരിയസ്നെസ് ഒന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇതിപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ 2-3 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നോക്കാം എന്നുള്ള രീതിയിൽ. അതായത് എഡ്യൂക്കേഷൻ്റെ അഭാവം. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ
അറിവുകൾ, വിദ്യാഭ്യാസത്തിനേക്കാൾ ഉപരി ഒരു അസുഖം വരുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒന്ന് സെർച്ച് ചെയ്യുക, അതിനെപ്പറ്റി അറിഞ്ഞിരിക്കുക, അതിൻ്റെ ഇന്ന സ്റ്റേജ്, അത് എത്ര പെട്ടെന്ന് മറ്റ് സ്റ്റേജുകളിലേക്ക് കടക്കും, അങ്ങനെ ഒരു വിദ്യാഭ്യാസമില്ലായ്മ തന്നെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് അതിന് വേണ്ട രീതിയിലുള്ള അറിവുണ്ടായില്ല. അപ്പോൾ അവർ വിചാരിച്ചത് ഇത് കുറേ കാലം കഴിഞ്ഞിട്ടാണ് അടുത്തടുത്ത സ്റ്റേജുകളിലേക്ക് വ്യാപിക്കുക എന്നായിരിക്കും. അതുകൊണ്ടാണ് അവരിപ്പോൾ തൻ്റെ ഏറ്റവും നല്ല സമയം, തനിക്ക് ആൽബങ്ങളുടെ ഷൂട്ടിങ് എല്ലാ കാര്യങ്ങളും മാക്സിമം നമ്മൾ ഉപയോഗിക്കുക, എന്നിട്ട് നമ്മൾക്കൊരു ചികിത്സയ്ക്ക് പോവാമെന്ന് നീട്ടിവെക്കേണ്ട ഒരു അസുഖമാണ് ഇത് എന്ന് അവരുടെ ആ അല്പജ്ഞാനം കൊണ്ട് അവർക്ക് അത്ര മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അവർ വിചാരിക്കുന്നതിനപ്പുറം ഇത് പടർന്നു കഴിഞ്ഞു, അത് ഇങ്ങനെ ഒരു അപകടാവസ്ഥയിൽ എത്തുന്ന ഒരു സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ അതിൻ്റേതായിട്ടുള്ള ശാരീരിക അസ്വസ്ഥതകളും ഫർദറായിട്ട് കക്ഷത്തിലൊക്കെ വേദനയൊക്കെ കണ്ടു തുടങ്ങുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ കണ്ടു തുടങ്ങിയപ്പോഴായിരിക്കും അവരിപ്പോൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക വീണ്ടും. പിന്നെ ഇത് വീട്ടുകാരെ അറിയിക്കാതെ അവർ ഇത്രയും സേഫായിട്ട് ആ മെഡിക്കൽ റിപ്പോർട്ട് മേശയിൽ വെച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് സാധാരണ മനുഷ്യന് താങ്ങാൻ പറ്റാത്തൊരു കാര്യം. അത് ആരെങ്കിലും ഒന്ന് പറയാതെ, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് പറയാതെ, അത് ആ തുടക്കത്തിലൊക്കെ രേണുസുതി ഇതൊക്കെ അറിഞ്ഞിട്ടാണ് താൻ സെലിബ്രിറ്റി ആയിട്ട് ഇത്ര നാൾ നടന്നിരുന്നത് എന്ന് വിശ്വസിക്കാൻ വയ്യ. കാരണം അവരുടെ ആ അന്നത്തെ സന്തോഷം, അവരുടെ കണ്ണുകൾ, അവരുടെ ചിരി, അതൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പം ഈ അടുത്തിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 മാസം അല്ലെങ്കിൽ 1 മാസമായിട്ട് അവർ ആകെ ഡള്ളാണ്. എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും, എന്തൊക്കെ റീൽസിൽ അവർ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ടെങ്കിലും അവരാകെ ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ടുള്ള തകർന്ന അവസ്ഥയിലാണ്. അപ്പോൾ തൻ്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ, അതല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ, ഒരു രോഗത്തിനെ പറ്റി കൃത്യമായിട്ടുള്ള അറിവില്ലാത്ത സാഹചര്യത്തിൽ അതിനെ അവഗണിക്കുക. ഈ അറിവ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്നൊക്കെയുള്ളത് ഒരു പ്രധാന കാര്യമാണ്. നമ്മൾക്ക് വരുന്ന അസുഖത്തിൻ്റെ തീവ്രത, അത് ഇങ്ങനെ ആയാൽ അങ്ങനെയാവും, നമുക്ക് ജീവൻ അപായമാണ് എന്നുള്ള രീതിയിലൊക്കെ അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ അതിനെ അവഗണിച്ചത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അവരിപ്പോൾ ഒരു 3rd സ്റ്റേജിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴെങ്കിലും അവരത് തിരിച്ചറിഞ്ഞ് അതിനെതിരെ ഫൈറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ, ഇത് അവർക്ക് ആ 1st സ്റ്റേജിൽ തന്നെ തിരിച്ചറിഞ്ഞ് അത് ആ മുഴ എടുത്ത് കളഞ്ഞ് കൃത്യമായിട്ട് ആ ബ്രസ്റ്റ് പോലും റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല, തന്നെ അവർക്ക് ആ രോഗത്തിൽ നിന്ന് മുക്തിയാക്കാം, അല്ലെങ്കിൽ മുക്തയാവാമായിരുന്നു. പക്ഷെ അവർ പറയുന്നുണ്ട് ഇത് അങ്ങനെയൊന്നും അല്ല, ഇത് ഇങ്ങനെയാണ്. എന്തൊക്കെ ആയാലും വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സ്ത്രീ അതിൻ്റെ ആ സൂര്യൻ പോലെ കത്തി ജ്വലിച്ച് അവരുടെ കരിയറിൻ്റെ ഹൈറ്റ്സിൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കാതെ ഒരു വിധവ ഒരു സെലിബ്രിറ്റി ആവുകയും ആ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അവരിങ്ങനെ ആൽബങ്ങളും സിനിമകളും ഒക്കെ ആയിട്ട് ഒരുപാട് നിർമ്മാതാക്കൾ ആൽബം നിർമ്മിക്കാനൊക്കെ അവരുടെ പുറകെ നടക്കുന്ന ആ ഒരു നല്ല സ്റ്റേജിൽ തന്നെ അവർ ഈ അസുഖത്തിനെ മറച്ചു വെച്ച് അതിൻ്റെ തീവ്രത പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു റൂമർ ഉണ്ടാവുകയും അത് കൃത്യമാണെന്ന് അവർ സമ്മതിക്കുകയും വളരെ നമ്മൾക്ക് പ്രാർത്ഥനാ സഹായം പോലെ നമ്മൾക്ക് നമ്മളുടെ കഴിവിൻ്റെ പരമാവധി അവർക്ക് അസുഖങ്ങൾ ഇനി മൂർച്ഛിക്കാതെ കൃത്യമായിട്ടുള്ള ചികിത്സ കിട്ടുക, കുഞ്ഞിനെ അമ്മയായിട്ടെങ്കിലും അവർ തുടർന്ന് ഉണ്ടാവണം. നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.